മുമ്പേ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാരുടെ സമയവും കാലവും ഒന്നും ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ജയ, നീ ഒരു കാര്യം ചെയ്യും, ഉടനെ ഒന്ന് ഫോൺ ചെയ്ത് അദ്ദേഹം ഇങ്ങോട്ടെങ്ങാനും എഴുന്നള്ളുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കും. വേണ്ട, ചേട്ടൻ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. വത്സല വന്നിട്ട് പായസം വയ്ക്കാൻ ഇരുന്നെങ്കിൽ ഞങ്ങൾ വലഞ്ഞേനെ. ഏതായാലും ഇപ്പോഴെങ്കിലും വന്ന നന്നായി, അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് പട്ടിണി ഇരുന്നേനെ. ഞാൻ സുഖേട്ടനൊന്ന് ഫോൺ ചെയ്യട്ടെ. ബാബാ, എല്ലാം വിളമ്പി വയ്ക്കാം. അച്ഛൻ എന്തെങ്കിലും കാരണം കിട്ടാഞ്ഞിരിക്കുക. നേതാവ് വരുന്ന ലക്ഷണമില്ല. അല്ല, അയാളിപ്പോ വന്നാലും നമ്മോട് സംസാരിക്കാൻ വിഷയമില്ല. അയാൾക്ക് സംസാരിക്കാനുള്ളത് ഇവിടത്തെ കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് പറയാനുള്ളത് കുവൈറ്റിനെ പറ്റിയാണ്. 1,80,000 ഇന്ത്യക്കാരാണ് സർവ്വതും നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്ന ഈ പ്രവണത നമ്മുടെ ലോകത്തെ എവിടെ കൊണ്ടെത്തിക്കും? വാവ മോനെ വിളിച്ചോണ്ടിഞ്ഞ് പോന്നോ? നന്നായി. ഞാൻ വിളിക്കാൻ പോണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചല്ലോ, ഭാഗ്യം. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഇപ്പോഴത്തെ ഗൂഢാലോചന ടീച്ചർക്കെതിരെയാ. അല്ല, നിങ്ങൾ കോളേജ് ടീച്ചർ സമരം തുടങ്ങാൻ പോയല്ലേ, അതിനെതിരെ എന്ത് നിലപാടെടുക്കണമെന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ, മോൻ വാ. വാവേ, ഒരു 3-4 ചായ എടുത്തേ. കഴിക്കാൻ വല്ല വേണം? ഓ, ഒന്നും വേണ്ട. ഒന്നും വേണം, താൻ തീരുമാനിച്ചാൽ മതി. താൻ കിടന്ന് ചൂടാലോ, നമുക്ക് എല്ലാവർക്കും വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാന്ന്. വാവേ, അടുക്കളയിലേ നമ്മുടെ ഷെൽഫിന്റെ മുകളിൽ 2 ടിൻ ചിപ്സ് ഉണ്ട്, മറ്റേ ടിനി മിക്സറും ഉണ്ട്. അതിനുണ്ടോ? അധ്യാപകരോ വിദ്യാർത്ഥികളോ എന്നുള്ളതല്ല, പാർട്ടിക്ക് ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? പിന്നെ അപ്പൊ നമുക്കൊരു നിലപാട് വേണ്ടേ? നിലപാടായി പറഞ്ഞത്. അതെ, ഫോൺ 766 രൂപ 60 പൈസ ഞാൻ അടച്ചു. അപ്പൊ ഫോണും വന്നു. ഹലോ, അതെ, താങ്ക് യു. വാവേ, ഞാനൊന്ന് വിളിച്ചോട്ടെ. പാർട്ടി ഓഫീസിലേക്കാ. 2 ആഴ്ചയായിട്ട് എന്റെ നയതന്ത്ര ബന്ധം ആകെ തകരാറില്ല. സുഖേട്ടൻ എത്ര വേണമെങ്കിലും വിളിച്ചു, പക്ഷെ ആ പ്ലഗുകൾ എങ്ങാനും ഇതേ തൊട്ടാൽ സുകുമാരനാ. 2 ആഴ്ചയായിട്ട് ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ആ വിവരമൊന്ന് പറയാനായിരുന്നു. ശരിയായി. ശരി, ഓക്കെ. നമ്മുടെ ഭാസ്കറിന്റെ നമ്പർ 739320 73935. എനിക്കറിയില്ല, 2 നമ്പർ വിളിച്ചു നോക്കാം. ഹലോ, ഭാസ്കറിനുണ്ടോ? പിന്നെ ആരുടെ വീടാ? സോറി. ഹലോ, റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഈ കണ്ണൂർ എക്സ്പ്രസ് എത്ര മണിക്കാ പോണേ? ഇത് ചോദിക്കാനാണോ വിളിച്ചത്? 8:40. ആർക്കാ? ഹലോ, മെഡിക്കൽ കോളേജ് അല്ലേ? കുര്യനുണ്ടോ? ഇല്ലേ? വെറുതെ വിളിച്ചാ. ഇങ്ങതാ. നോക്കിക്കോ, ഫോൺ എടുത്ത് ഞാൻ ബെഡ്റൂമിൽ വെക്കും. നിങ്ങളുടെ വർഗം ഇതാ, ആരുടെങ്കിലും ഫോൺ കണ്ടാ ഉടനെ ഒന്ന് കറക്കണം. ചുമ്മായിട്ട് കറക്കുക. എന്നാ ഇതൊരു വീടാണ്, ഫോൺ ബില്ല് പാർട്ടിയല്ല കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ വാവേ, പാർട്ടിയിൽ തറവാടിത്തുള്ള ഒരേ ഒരുത്തൻ ഞാൻ മാത്രമാണെന്ന്. എന്തിനാ ഇവിടെ കൂട്ടം കൂടി ഇരിക്കുന്നത്? അധ്യാപക സമരത്തിനെതിരായിട്ട് വല്ലതും പ്ലാൻ ഇടുകയാണോ? എന്നാണ് പാർട്ടിയുടെ ഒരു തീരുമാനം? എന്ത് തീരുമാനം കൊള്ളാം, പക്ഷേ സുഖേട്ടൻ കമാന്ന് മിണ്ടി പോരുത്. ഭാര്യ അധ്യാപികയാണെന്ന് അറിയാലോ. പാർട്ടിയുടെ ഒരു നയം. പാർട്ടിയുടെ നയമൊന്നുമില്ല, ഇവിടെ എന്റെ നയം മാത്രം നോക്കിയാൽ മതി. ഞാൻ പങ്കെടുക്കുന്നില്ല, പോരെ. വെറുപ്പിക്കണ്ട.
നീ ആ മിക്സറും ചിപ്സും ഒക്കെ എടുത്തുകൂടെ കഴിച്ചിട്ട് പോട്ടെ. സമരം വന്ന് നന്നായി. ഞാൻ ഉടനെ സ്ഥലം വിടും. അമ്മച്ചിയുടെ ബർത്ത്ഡേയാ. ചെന്നില്ലെങ്കിൽ ഇനി അതും മതി. എല്ലാരും പങ്കെടുക്കണമെന്നാ സർക്കുലർ. അല്ലെങ്കിൽ കരിങ്കാലി ലിസി എന്നുള്ള ഓമന പേര് കിട്ടും. ഓ, അല്പം കരിങ്കാലിപ്പണി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? ഇവരെന്നാത്തിന് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? വത്സലേ, എനിക്കൊരു സംശയം. തന്റെ ഭർത്താവിന് കരിങ്കാലിപ്പണി കാണിക്കൂ? നമ്മുടെ സമരം പൊളിക്കാൻ അധികം അവതരിക്കൂ? ഇന്നൊരു ദിവസം പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ഓർഡർ കൊടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അധ്യാപകരും മനുഷ്യരാണ്, അധ്യാപനവും തൊഴിലാണ്. നമുക്കുമുണ്ട് അവകാശങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ വിജയം വരെയും സമരം ചെയ്യും. അന്യായമായ അധ്യാപക സമരത്തിനെതിരെ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നിങ്ങളുടെ അനിഷേധ്യനായ നേതാവ് അധ്യാപകർ നീതി പാലിക്കുക, അധ്യാപകർ തൊഴിൽ ചെയ്യുക. അധ്യാപകരും മനുഷ്യരാണ്, വിദ്യാർത്ഥികളും മനുഷ്യരാണ്. അധ്യാപനവും തൊഴിലാണ്, പഠനം ഞങ്ങളുടെ തൊഴിലാണ്. നമുക്കുമുണ്ട് അവകാശങ്ങൾ, ഇളം മനസ്സുകൾ കയറുന്നു. അവകാശങ്ങൾ നേടിയെടുക്കാൻ പറയൂ, പറയൂ വിജ്ഞാനം. ആകെ കുഴഞ്ഞിരിക്കുക. ധർണ ഉദ്ഘാടനം ചെയ്യേണ്ട ധർമ്മരാജ എത്തിയിട്ടില്ല. മാനം കാക്കണം. PS വന്നേ പറ്റൂ. ഞാൻ വരില്ല വരില്ല വരില്ല. ഒരു വാക്കോടൊന്ന് പറഞ്ഞാൽ മതി ഉദ്ഘാടനം. ഇല്ലെങ്കിൽ നമ്മൾ നാറും. ഇതിലൊരു കുടുംബ പ്രതിസന്ധിയുണ്ട്. അച്ഛൻ ഡോക്ടറാണെങ്കിലും സ്വന്തം മോൻ അസുഖം വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാറില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. വേറെ ഡോക്ടേഴ്സ് ഇല്ലെങ്കിലോ? ഇതൊരു കാഷ്വാലിറ്റി കേസാണ്. നമ്മുടെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. PS ഒന്ന് എഴുന്നേറ്റ് റെഡിയാക്കി. പ്ലീസ് പ്ലീസ് ജസ്റ്റ് ഒന്ന് തലയടിച്ചാൽ മതി. പ്രിയങ്കരനായ നിങ്ങളുടെ യുവജന നേതാവ് ശ്രീ പി സുകുമാരൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. പി സുകുമാരൻ, നമ്മുടെ PS, നമ്മുടെ PS, നമ്മുടെ PS. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. അധ്യാപകർ സമരത്തിനിറങ്ങിയിരിക്കുന്നു. ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ സമരം ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അവർ എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ വികാരങ്ങളെ കൂടെ കണക്കിലെടുക്കേണ്ടത്. നയം മാറുന്നു. പ്രശ്നം എന്തു തന്നെ ആയാലും അധ്യാപകർ സമരം ചെയ്താൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗതി എന്താവും? വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ കുരുന്ന് മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ അധ്യാപകർ വെറും കവലച്ചട്ടമ്പികളെ പോലെ തെരുവിൽ സമരത്തിനിറങ്ങുന്ന നിമിഷത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട എന്റെ മാനം കളഞ്ഞു. സന്തോഷായില്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞാണ് വരരുതെന്ന്. പാർട്ടി സുഖമായിട്ട് മുതലെടുക്കാണ്, അതറിയുന്നില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു ഭർത്താവുമാണ്. പാർട്ടി പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഭാര്യ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്നത്. പോയേ പറ്റൂ, പോയി. ഞാൻ എന്താ പറഞ്ഞത്? ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ ചെയ്യുന്ന ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവരെന്തിന് സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി. അതാണ് എന്റെ ഒരു നയം. ഓ, അപ്പൊ പാർട്ടി പറഞ്ഞാൽ എന്തും കേൾക്കുമല്ലേ? അപ്പൊ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് സുഖമായിട്ടിന്റെ അടുത്ത് ഒരു അവകാശമില്ലേ? അതുകൊള്ള, ഇത് നല്ല ചോദ്യം. അവകാശം ഇല്ലേന്ന് നിനക്കേ ഉള്ളൂ. എന്താ വേണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരാമോ? എന്തും സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കൊരു ട്രാൻസ്ഫർ ഒന്ന് ശരിയാക്കണം. ആളാരാ? അതെന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്കാ.
അത് നോംസ് നോക്കണം, പ്രശ്നമില്ല. സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കാം. എങ്ങോട്ടാ ട്രാൻസ്ഫർ വേണ്ടത്? അത് തിരുവനന്തപുരം വിട്ട് എങ്ങോട്ടെങ്കിലും. അത് ശരി. അങ്ങോട്ട് പോയാൽ അവർക്ക് തലയ്ക്ക് വെളി കിട്ടുമെന്നാ പറയുന്നത്. എന്നാ തീർച്ചയായിട്ടും പോണം. തലയ്ക്ക് സ്ഥിരതയാണല്ലോ നമുക്ക് ആവശ്യം. എനിക്ക് എത്ര സമയം തരും? 1 മാസത്തിനകം. ശരിയായിട്ടിരിക്കുന്നു. ആളിന്റെ പേര് പറ. മിസ്സിസ് വത്സല സുകുമാരൻ. ഓക്കെ. അയ്യേ, മിസ്സിസ് വത്സല സുകുമാരൻ മമ്മിയല്ലേ? പറഞ്ഞ പോലെ നീയല്ലേ? അതെ, എനിക്കാ ട്രാൻസ്ഫർ. തിരുവനന്തപുരം വിട്ടു പോണോ? അതെ. നിനക്ക് അതുകൊണ്ട് തലയ്ക്ക് വെളിവ് കിട്ടുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. സുഖമായിട്ടും തിരുവനന്തപുരം വിടണം. ഇവിടെ കിടന്ന ആ പ്ലഗുകൾ മുഴുവൻ കൊണ്ട് നടക്കും. എനിക്ക് കിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാം. 1 മാസത്തിനാവല്ലേ? വല്ല സ്പെഷ്യൽ ഓർഡർ